കുഞ്ഞുമിനിയെ നമ്മൾ നമ്മുടെ വീട്ടിൽ പോവാ, വീട്ടിൽ കയറാൻ പോവാ. കൈപ്പെൻസിൽ അത് കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി പറഞ്ഞേ. അവരെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ആഗ്രഹം തീരുന്നവരെ കഴിച്ചിട്ട് പോയാൽ ചുറ്റും നോക്കുക കേട്ടോ. ഇത് എവിടാ ഇതൊന്ന്? നിങ്ങൾ എന്നെ ഇതെവിടെ കൊണ്ടുപോകുന്നേ? ഒരു ദിവസം ഒരിടത്ത്, വേറെ ദിവസം വേറൊരിടത്ത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുകയാവും തോന്നുന്നു. അല്ല പോഹ. കഴിഞ്ഞ ദിവസത്തെ ഒരു ആവേശത്തിന് പുറത്ത് പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. വയറ് നിറച്ചത് കഴിക്കാൻ പോവാ. അത് കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി പറഞ്ഞേ. അവരെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ആഗ്രഹം തീരുന്നവരെ കഴിച്ചിട്ട് പോയാൽ രാവിലെ എയർപോർട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. നേരെ കൊച്ചി. ഇവര് ഉച്ച കഴിഞ്ഞിട്ട് വരും. 3 മണിക്ക് ഇവര് ട്രിവാൻഡ്രത്തോട്ട് പോകും. സുഗുദ അവിടെ ഇരിപ്പുണ്ട്. അപ്പം വെൽക്കം ടു. പൊഹ മാത്രമല്ല, ആലു പൊറോട്ടയും ഓംപ്ലേറ്റും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മള് താമസിച്ച റൂം. എന്റെ ഹൗസ് അടിപൊളി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്ന കേട്ടോ. കാഞ്ഞിരപ്പള്ളിക്കാരൻ നമ്മുടെ ചേട്ടന്റെ വണ്ടിയാണ്. പോട്ടെ. അപ്പൊ ഞങ്ങള് വീണ്ടും ടെർമിനൽ 3 എത്തിയിട്ടുണ്ട്. 11:20 ഫ്ലൈറ്റ്. 9 മണിയായി. അപ്പൊ നമ്മള് ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ഉള്ളിലേക്ക് കയറുകയാണ്. 31 ബിയിലോട്ടാണ് പോകുന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബാഗെല്ലാം സെറ്റായി. ലഗേജ് എല്ലാം കയറിപ്പോയി. ഇവിടെ പക്ഷെ ഒറ്റയടിക്ക് കയറിപ്പോയി. അവിടുന്ന് ഓരോന്നോരോ സെപ്പറേറ്റ് ചെയ്യുമായിരുന്നു. 11:20 ഫ്ലൈറ്റ്. 10:20 10:10. നമ്മുടെ ചെക്കിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്യാണ് കൊച്ചിക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടി. അഞ്ചൊക്കെ പാഡ് ചേഞ്ച് ചെയ്യാൻ പോയി കുഞ്ഞുമണിയെ കൊണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് അതോ താഴെ കിടക്കുന്നു. കുഞ്ഞുമണി നാട്ടിലേക്ക് പോവാണ്. നമ്മൾ ഫ്ലൈറ്റിൽ ഉള്ളിൽ കയറി എന്തായാലും വിൻഡോ സീറ്റാണ് കിട്ടിയത്. ശുങ്കുവും രാജ്യം ബാക്കിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഫുഡ് വന്നു. വെജാണ്. വെജ് ഒരു ജ്യൂസ്, വെള്ളം, എന്തുകൊണ്ട് ബട്ടറാന്ന് തോന്നുന്നു. സാൻഡ്വിച്ചാണ്. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ലഗേജ് വരുന്നുണ്ട്.
ബോക്സ് അത് വേറെ 600. ഞാൻ എടുത്തോളാം വരും. നമ്മൾ വന്ന് പുറത്തിറങ്ങി കുഞ്ഞോടി ഉറങ്ങുന്നു. നമ്മൾ ഈ ട്രാവലറിലാണ് കൊട്ടാരക്കരയ്ക്ക് പോകുന്നത്. ആദ്യം അഞ്ചിന്റെ വീട്ടിൽ പോയി അവിടെ നിന്നെല്ലാം കണ്ട് എല്ലാരെയും കണ്ടിട്ട് വേണം പോവാൻ. ഒരുപാട് മലയാളീസിനെ കണ്ടു, സംസാരിച്ച്. വെള്ളം കുടിക്കാനല്ല വെള്ളം മേടിക്കാൻ അറിയാം. ഇച്ചിരി പഴം ഒക്കെ ഉണ്ടെങ്കിൽ മേടിക്കും. അഞ്ചിന്റെ വീട്ടിൽ നിൽക്കുകയാണ്. ഞങ്ങളെ വീട്ടിൽ പോയിക്കോളെ. അഞ്ചിന്റെ അപ്പൻ്റെ കൂടെ എന്നോളാം. ശുങ്കുന്റെ അപ്പൻ്റെ കൂടെ പോയിക്കോളെ. നമ്മള് എയർപോർട്ടിൽ കയറുന്നതിനൊക്കെ ഈ സൈഡിൽ നിന്ന് മിക്ക ആൾക്കാരും ചായ കുടിച്ചിട്ട് നമ്മുടെ ലഗേജൊക്കെ ഇരുന്ന് പുറകിൽ കെട്ടിയാണ്. രാജീവ് കട്ട്ലേറ്റ് വാങ്ങി വരുന്നുണ്ട്. കട്ട്ലേറ്റ് ഒരു ഹൃദയം തരണമേ. ഹൃദയം കിട്ടി. ഭയങ്കര ട്രാഫിക്കാണ്. ഭയങ്കര ട്രാഫിക്. ഒരാൾ അവിടെ കിടന്ന് പോകുന്നു. വീട്ടിലോട്ട് പോകുന്ന താങ്കളുടെ എന്താണ് മനസ്സിലുള്ളത്? എന്താണ് മനസ്സിലുള്ളത്? മനസ്സിലൊന്നുമില്ല. പ്ലെയിൻ ആണോ? ഇത്ര വർഷമായി നാട്ടിൽ പോയിട്ട്? 2. കൊള്ളാം. നാടിന്റെ ഒരു കാറ്റ് കിട്ടിയപ്പോ ഒരു സമാധാനം ഉണ്ടാവും അല്ലേ? ഒരു ചെറിയ സന്തോഷമുണ്ട്. എനിക്ക് എന്റെ അമ്മേനെ ഒക്കെ കാണുന്ന സന്തോഷം ഉണ്ടാവുന്നില്ല. കുഞ്ഞുമണി കാഴ്ചകൾ കാണുക. ഫുള്ള് ബ്ലോക്കാണ്. വല്യമണി ഇതായിരിക്കുന്നു. ശുങ്കു അമ്മച്ചി ക്ഷീണിച്ച് ഉറങ്ങിയാട്ടോ. രാജീവ് ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഫ്രണ്ട് ഇരുന്ന് ഉറങ്ങും കേട്ടോ. ട്രാഫിക് മാറി 20 മിനിറ്റ് കൂടെ. പെരുമ്പാവൂര് കഴിഞ്ഞു. അഞ്ചിന്റെ സ്കൂള് സെന്റ് പീറ്റേഴ്സ് സ്കൂള്. നമ്മള് കോലഞ്ചേരിയിലെത്തി. കോലഞ്ചേരിയില് അമ്മയുടെ സ്കൂളാ. അയ്യോ എന്തൊരു മാറ്റമായി നോക്ക്. ലെഫ്റ്റ് പോണം. നമ്മുടെ വല്യപ്പള്ളിയിലെ മിഷണി കോലഞ്ചേരി വലിയ പള്ളി. പള്ളി വേണ്ടത് എല്ലാവരുടെയും പള്ളിയാണ്. 5 നാട് ഇവിടെ വന്ന് മഞ്ച് തിന്നുന്നത്. കറക്റ്റ് 5 മഞ്ച് തിന്നുന്നത്. ഒരാള് നോക്കുന്ന കേട്ടോ. ഒരാള് വേണ്ട ലോലിപോപ്പ് മഞ്ചെടുത്തോ. ചുറ്റും നോക്കുക കേട്ടോ. ഇത് എവിടാ ഇതൊന്ന്? നിങ്ങൾ എന്നെ ഇതെവിടെ കൊണ്ടുവന്നേ? ഒരു ദിവസം ഒരിടത്ത്, വേറെ ദിവസം വേറൊരിടത്ത്. ഞാൻ ജനിച്ചപ്പോ തൊട്ടങ്ങ് യാത്രയാണ്. പള്ളിക്കടുത്ത് വന്നേക്കാം. പള്ളിയില് അതുമ്മ എവിടെ പോന്നെ? എവിടെ? അമ്മൂമ്മയുടെ അടുത്ത് പോവാണോ? അമ്മമ്മയുടെ അടുത്ത് പോവാ. ഹാപ്പിയാണോ?
ബേസ് എടുത്ത് അയ്യത്ത് കുഴിയൊന്നുമില്ലല്ലോ. അത് അറിയത്തില്ല. ഇല്ല, അത് പെയിന്റടി കാരണല്ല. ഈ ഇങ്ങോട്ട് ഇടാൻ പറ്റുമോ? അല്ല, അഞ്ജുവിന്റെ പപ്പ, മമ്മി, ചേട്ടൻ, അമ്മച്ചി. ഇതാണ് നമ്മുടെ അഞ്ജുന്റെ വീട്. വയസ്സായെന്ന് അമ്മേന്റെ മുറ്റത്ത് ശുങ്കു താണ്ട തപ്പാൻ തുടങ്ങി. എന്തുകൂടെ തപ്പാ? മീനോ? രണ്ട് പൂച്ചക്കുട്ടികൾ. എത്രണ്ണം ഉണ്ട് ഇവിടെ? 3 അത് തന്നെ. ആ ഹായ്. എല്ലാരും പറഞ്ഞു എന്റെ ആരെയും കാണിച്ചില്ല, എന്റെ വീട്ടുകാരെ കാണിച്ചില്ലാന്ന്. എന്റെ ഒരേ ഒരാങ്ങള കണ്ടിട്ട് പൊക്കം കുറവാണേലും വിചാരിക്കണ്ട എന്നെ കൊണ്ട് 5 വയസ്സിന് മൂത്തതാണ്. ജാതി ജാതി ഇവിടെ ഇക്രു അമ്മി തോണ്ട അവിടുന്ന് വന്നിട്ട് ജീൻസും ഇതൊക്കെ ഷോൾ ഇട്ട് നടക്കുന്നു. റെഡി ടൈമാണ്. ഇത് ഈ ചിക്കനാണോ? ഷുർബന് സ്പെഷ്യലായിട്ട് അങ്ക ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പയ്യെ പിടി, കോഴി, പൊറോട്ട. രാജീവ് പോളിങ് തുടങ്ങി. ഞങ്ങൾ ഇറങ്ങാൻ പോകണം. നല്ല അടിപൊളി മഴ. നമ്മൾ ഇറങ്ങാൻ പോവാണ്. പറഞ്ഞേ ആരൊക്കെയാന്ന് പറഞ്ഞു? എല്ലാരും ചോദിച്ചാൽ എന്റെ അപ്പനെ എല്ലാരും കണ്ടില്ലെന്ന്. ഞാൻ ഒളിച്ചോടി പോയതാണെന്നൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടെന്ന്. അല്ല, ഇതെന്റെ അമ്മ, ഇതെന്റെ അപ്പൻ. അവരെ കാണിച്ചു ആദ്യം. പപ്പ, അമ്മ എല്ലാരും കണ്ട എന്നെ പോലെ ഇരിക്കുന്ന അപ്പനെ പോലെ ഇരിക്കുന്ന ആ അമ്മനെ പോലെ. കൊട്ടാരക്കര വരുമ്പോ കാണിച്ചാൽ ഞങ്ങൾ പോവുക. ആയിട്ട് തിരിച്ചോ? വഴിയൊക്കെ എനിക്കറിയാം കേട്ടോ. അറിയാം. നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണാം പുതിയൊരു വ്ളോഗില്. മണിക്കൂറോട് കൊട്ടാരക്കരയ്ക്ക് ഫ്രണ്ടിരുന്ന് ഉറങ്ങുകയാണോ? ശുദ്ധ ഉറങ്ങി. അമ്മി എപ്പോഴും ഉറങ്ങി. ഞാനാ വഴി പറഞ്ഞിരുന്ന കുട്ടി വന്നു. നല്ല അടിപൊളി മഴ. കുഞ്ഞുമണിയെ കൊണ്ട് അകത്തോട്ട് കയറാൻ പോവാ. കുഞ്ഞുമണിയെ നമ്മൾ നമ്മുടെ വീട്ടിൽ പോവാ. വീട്ടിൽ കയറാൻ പോവാ. കൈപ്പെൻസില്. ഓ ഇത് എവിടാ? ഇതെന്തുവാ ഈ നടക്കണേ? എന്നെ എവിടെയൊക്കെ കൊണ്ടുവന്നേ? എന്നെ എവിടെയൊക്കെ കൊണ്ടുവന്നേ? ഇതാ നിന്റെ വീട്. അച്ചാച്ചൻ വന്ന് അകത്ത് കയറി അച്ചാച്ചന്റെ കാറും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് പണി തുടങ്ങി അവിടെ.
നല്ല അടിപൊളി മഴ. കുഞ്ഞുമണി വന്നതിന്റെ ഐശ്വര്യം. പ്രാർത്ഥിക്കും. അപ്പുറത്തേക്ക് അപ്പുറത്ത് സാധനങ്ങളൊന്നുമില്ല. വല്യമണി തോന്നിക്കുന്നു. ശരി